ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസിന്റെ ഭാഗ്യം ഇന്ത്യക്ക് പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. മത്സരം അല്പസമയത്തിനകം ദുബായിൽ തുടങ്ങും. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എൽദോ, ടോസിൽ ആനുകൂല്യം ഇന്ത്യക്കാണ്. ആ ആനുകൂല്യം കളിക്കളത്തിൽ പ്രതിഫലിച്ചു തുടങ്ങിയോ? അനുശ്രീ, മത്സരം ആരംഭിച്ചതേ ഉള്ളൂ. 2 പന്തുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ എറിഞ്ഞത്. സ്കോർ കാർഡ് തുറന്നിട്ടില്ല പാകിസ്ഥാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ബോളിംഗ് സ്പെൽ ഓപ്പൺ ചെയ്യാനെത്തിയത് ശിവൻ ദുബെയാണ്. ശിവൻ ദുബെ ആദ്യമായിട്ടാണ് ഒരു രാജ്യാന്തര T20-യിൽ ആദ്യ ഓവർ എറിയുന്നത് എന്ന് കൂടി ഓർക്കുക. ഇനി കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടതുപോലെ ഹാർദിക് പാണ്ഡ്യയായിരുന്നു ആദ്യ ഓവറിൽ എറിഞ്ഞത്. ഇനി എന്തായാലും ഹാർദിക് പാണ്ഡ്യയുടെ അവസരം, അദ്ദേഹത്തിന് പരിക്കാണ്. പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇന്ന് ടീമിൽ അവസരം ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് ഇന്ത്യയുടെ ഒരു ബാലൻസിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ മത്സരം കഴിയുമ്പോൾ മാത്രമേ നമുക്കതിൽ വ്യക്തത കൈവരൂ. എന്താണെങ്കിലും റിങ്കു സിംഗിനെയാണ് പകരക്കാരനെ കൊണ്ടുവന്നത്. അതായത് ഇന്ത്യ ശ്രമിച്ചത് ഒരു ബോളിംഗ് ഓപ്ഷൻ കൂട്ടാനല്ല, പകരം ബാറ്റിംഗ് കരുത്ത് കൂട്ടുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഇന്നത്തെ ശ്രദ്ധ. പ്രത്യേകിച്ചും റിങ്കു സിംഗ് എന്ന ഫിനിഷർ, അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മികവ് നമ്മൾ പല കുറി കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന് വേണ്ടി IPL-ൽ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റിങ്കു സിംഗിനെ ഫൈനലിൽ പരീക്ഷിക്കുകയായിരുന്നു ഇന്ത്യൻ സംഘം. മറുവശത്ത് അർഷദീപ് സിംഗ് എന്നൊരു ഓപ്ഷൻ ഇന്ത്യക്ക് ഒരു ബോളിംഗ് ഓപ്ഷനായി ഉണ്ടായിരുന്നു. പക്ഷേ അർഷദീപിലേക്ക് ഇന്ത്യ പോയില്ല എന്നുള്ള രസകരമാണ്. അങ്ങനെയാണ് ശിവൻ ദുബൈക്ക് ന്യൂ ബോളിൽ ഇപ്പോൾ പന്തെറിയേണ്ടി വന്ന സാഹചര്യമുണ്ടായി. എന്തായാലും മത്സരം ആരംഭിച്ചു. ആദ്യ 4 പന്തുകളിലും ഷഹബ്സാദ ഫർഹാന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശിവൻ ദുബെയാണ് പന്ത് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ. ഏഷ്യാകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനൽ മത്സരം കളിക്കുന്നത്. ഇതുവരെ ഒരു ഇന്ത്യ പാക് ഫൈനൽ ഉണ്ടായിട്ടില്ല. ഇനി ദുബായിൽ ടോസ് നിർണായകമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെ ചേസ് ചെയ്യുന്ന ടീമിന് ഒരു കൃത്യമായുള്ള മേധാവിത്വം ഉണ്ടായിരുന്നു. ആ മേധാവിത്വം നേടിയെടുക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാന് ഇപ്പോൾ ആദ്യത്തെ 4 പന്തിൽ 5-ാമത്തെ പന്തിൽ പാകിസ്ഥാന് വേണ്ടി ഇപ്പോൾ ഷഹബ്സാദ ഫർഹാൻ ബൗണ്ടറി നേടി. അങ്ങനെ പാകിസ്ഥാന്റെ സ്കോർ കാർഡ് തുറന്നിട്ടുണ്ട്. 4 റൺസാണ് 5 പന്തിൽ പാകിസ്ഥാൻ നേടിയത്. എന്താണെങ്കിലും ഇന്ത്യൻ ടീം സന്തുലിതമാണ്. ഹാർദിക് പാണ്ഡ്യ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ടീമിന്റെ മികവ് അത് എടുത്തു പറയണം. ഈ ടൂർണമെന്റിൽ ഇതുവരെ തോൽവി വഴങ്ങിയിട്ടില്ല. പാകിസ്ഥാൻ ആവട്ടെ ഇന്ത്യയോട് 2 തവണ തോൽക്കുകയും ചെയ്തു. അത് സൂപ്പർ 4-ലും ഒപ്പം ഗ്രൂപ്പ് ഘട്ടത്തിലും. പാകിസ്ഥാന്റെ മികവ് അവരുടെ ബോളിംഗ് നിരയിലാണ്. ഇന്ത്യ ചേസ് ചെയ്യാൻ എത്തുമ്പോൾ എത്രമാത്രം ആ ചേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് വെല്ലുവിളിയാകാൻ ഷഹീൻ ഷാ അഫ്രീദിക്കും ഒപ്പം ഹാരിസ് റാഫിനും കഴിയുമെന്നുള്ളതൊക്കെയാണ് ഉറ്റുനോക്കേണ്ടത്. ഇന്ത്യൻ ബാറ്റർമാരെ സംബന്ധിച്ച് അനായാസം പാകിസ്ഥാൻ ബോളർമാരെ നേരിടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ആവേശകരമായിട്ടുള്ള ഫൈനൽ ആരംഭിച്ചു. ദുബായിൽ നിറയെ കാണികളുണ്ട്. കഴിഞ്ഞ മത്സരങ്ങൾക്കും വിപരീതമായി നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് ദുബായ് സ്റ്റേഡിയം. അനുശ്രീ, ശരി, ഇന്ത്യക്ക് തന്നെ വിജയം ഉറപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കാമോ? എന്തോ ഇന്ത്യയുടെ വിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ത്യ ഈ ടൂർണമെന്റിൽ അത്രമാത്രം മികവോടുകൂടിയാണ് ബാറ്റ് ചെയ്തത്. ഫീൽഡിങ്ങിൽ വീഴ്ചകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫീൽഡർമാർ ഏതാണ്ട് 12 ക്യാച്ചുകളാണ് ഈ ടൂർണമെന്റിൽ വിട്ടുകളഞ്ഞത്. അത് വലിയ തലവേദനയായിരുന്നു ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും ഫീൽഡിംഗ് പരിശീലകൻ T ദിലീപിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇന്ത്യൻ താരങ്ങളുടെ, അതായത് ഇപ്പോൾ അഭിഷേക് ശർമ്മ പോലും പലവട്ടം ക്യാച്ചുകൾ ചോർത്തുന്നത് അല്ലെങ്കിൽ കൈവിടുന്നത് നമ്മൾ കണ്ടു. ആ ഒരു സാഹചര്യം ഇന്ത്യൻ ടീമിൽ അത്രമാത്രം ഈ സമീപ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ആദ്യ ഓവർ പൂർത്തിയായപ്പോൾ പാകിസ്ഥാൻ 4 റൺസ് നേടിയിരിക്കുന്നു. 4 റൺസാണ് ആദ്യ ഓവറിൽ പാകിസ്ഥാന്റെ സമ്പാദ്യം. ഇനി അനുശ്രീ ചോദിച്ചതുപോലെ ഇന്ത്യയുടെ ജയം ഉറപ്പിക്കാവോ എന്നുള്ളതിൽ 2020 മത്സരമാണ്. 2020 പോരാട്ടത്തിൽ ഒരിക്കലും നമുക്ക് അവസാന മത്സരം പൂർത്തിയാകുന്നവരെ അതിലൊരു ജയസാധ്യത വിലയിരുത്തുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധ്യതകളിൽ മുന്നിൽ ഇന്ത്യയാണ് എന്ന് പറയുന്നത്. അത് ബാറ്റിങ്ങിലായിക്കോട്ടെ ബോളിങ്ങിലായിക്കോട്ടെ. ബോളിങ്ങിൽ പാകിസ്ഥാന്റെ 2 പേസർമാർ ഹാരിസ് റൌഫും ഷഹീൻ ഷാ അഫ്രീദിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ അയൂബിനോ അല്ലെങ്കിൽ മറ്റ് പാക് സ്പിന്നർമാർക്കോ അത്രമാത്രം വലിയ പ്രഭാവം ഇന്ത്യൻ ബാറ്റർമാർക്ക് ഉയർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മറുവശത്ത് ഇന്ത്യൻ ബോളർമാരിൽ ജസ്പ്രീത് ബുംറ ഈ ടൂർണമെന്റിൽ ഇതുവരെ 5 വിക്കറ്റുകളെ വീഴ്ത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും 13 വിക്കറ്റുകളുമായി കുൽദീപ് യാദവ് ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. കുൽദീപ് യാദവിന്റെ സ്പിൻ മികവിലാണ് പലപ്പോഴും ഇന്ത്യ മത്സരങ്ങളിൽ കൃത്യമായുള്ള മേധാവിത്വം നേടുന്നത്. എസ്പെഷ്യലി മിഡിൽ ഓവറുകളിൽ റൺ റേറ്റ് കുറയ്ക്കുക, റൺ നിരക്ക് കുറയ്ക്കാൻ വളരെ കൃത്യമായി ഇന്ത്യൻ സ്പിന്നർമാർക്ക് സാധിക്കുന്നു. അത് അക്സർ പട്ടേൽ ആവട്ടെ,
കുൽദീപ് യാദവ് ആകട്ടെ, ഇരുവർക്കും നന്നായി തന്നെ ഇക്കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ പാകിസ്ഥാന്റെ അത്രമാത്രം ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്താത്ത പാക് ബാറ്റർമാർക്ക് എത്രത്തോളം മികവ് കാട്ടാൻ കഴിയുമെന്നുള്ളത് സംശയകരമാണ്. ഇനി ദുബായിൽ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോക്കുക, കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും കളിച്ച അവസാന സൂപ്പർ 4 മത്സരത്തിൽ 202 റൺസ് നേടി രണ്ട് ടീമും. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 202 റൺസ് എടുത്തു, രണ്ടാമത് ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഒരു ഒറ്റയാൾ മികവിലാണെങ്കിൽ പോലും 202 എത്തി. അതായത് ആദ്യം ബാറ്റ് ചെയ്യുക അത്ര പ്രയാസകരമൊന്നുമല്ല ദുബായിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഒരു 180 മുകളിലുള്ള സ്കോർ ആയിരിക്കും. 180 മുകളിലുള്ള സ്കോർ ഉണ്ടായാൽ അവിടെ ഒരു വിജയപ്രതീക്ഷയോടുകൂടി ഫീൽഡിങ്ങിന് ഇറങ്ങാൻ പാകിസ്ഥാന് സാധിക്കും. പക്ഷേ അപ്പോഴും ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തമാണ്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് അത്രമാത്രം വെല്ലുവിളിയാകില്ല ഇന്നത്തെ മത്സരം എന്ന് നമുക്ക് പ്രതീക്ഷ വെക്കാം. ഇന്ത്യ തന്നെ ജയത്തിലേക്ക് എത്തുമെന്ന് കരുതുകയും ചെയ്യാം. മനസ്സിലായി. ശരി, ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസിന്റെ ഭാഗ്യം ഇന്ത്യക്കാണ്. ഇന്ത്യ തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. എൽദോപോൾ പുതുശ്ശേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.